വാർത്തകൾ തുടരുന്നു. വടകരയിലെ കാഫിർ വിവാദം രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക്. UDYFന്റെ നേതൃത്വത്തിൽ ഇന്ന് വടകരയിലെ കോഴിക്കോട് റൂട്ടിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കാഫിർ വിവാദത്തിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ടിനെതിരെ പരാതി നൽകിയിട്ടും അന്വേഷിക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഒന്നാമതായി പോസ്റ്റ് ചെയ്ത ആളുകൾക്കറിയാം. അവരെ അന്വേഷിച്ച് അവരോട് ചോദ്യം ചെയ്താൽ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താം. പക്ഷേ മുൻ MLA അത് വീണ്ടും അവിടെ തന്നെ തുടരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ DYFI ഒക്കെ പരിപാടി സംഘടിപ്പിക്കുന്നു. ഇനി LDFന്റെ പരിപാടിയിലേക്ക് വരുന്നതും വളരെ അപകടകരമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് വേറെ ഏതെങ്കിലും ജനകീയ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടൊന്നല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്കിത് ഉത്തമ ബോധ്യമുണ്ട്. വടകര ജനങ്ങൾക്ക് അത് നിങ്ങൾ DYFIയുടെ നേതാക്കന്മാരുടെ പ്രഭാഷണത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു പൊതുമനസ്സുണ്ട്. എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ CPMൽ സാധാരണക്കാര പ്രവർത്തകരുൾപ്പെടെ ഈ വിഷയത്തിൽ സത്യസന്ധത ബോധ്യപ്പെട്ടവരാണ്. സാധാരണക്കാരെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചൊരു വേഗത അതിനേക്കാൾ അപകടകരമായ വിഷയത്തിൽ പോലീസ് കാണിക്കുന്നില്ല. വടകരയിലെ പൊതുജനങ്ങൾക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കും വേണ്ടി ഞങ്ങളൊരു SP ഓഫീസ് മാർച്ച് നടത്താണ്. പ്രതികളെ ഉടൻ കണ്ടെത്തണം, നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണം, ഈ പ്രവണത തീരണം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. റിയാസ് KMR കോഴിക്കോട് നിന്നും ചേരുന്നു. റിയാസ്, വടകരയിലെ കാഫിർ വിവാദം രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. UDYFന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ. വടകരയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന വിവാദമാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. കാരണം അന്നാണ് ഈ വടകരയിലെ കാഫിർ വിവാദം സംബന്ധിച്ചൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് ഒരു സാഹചര്യമുണ്ടായത്. ഉടൻ തന്നെ അത് UDF വൃത്തങ്ങളിൽ നിന്നാണ്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ അറിവോടെയാണ് എന്ന തരത്തിലാണ് LDF കേന്ദ്രങ്ങൾ അതിന് പ്രചാരണം നൽകിയത്. എന്നാൽ ആ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ തന്നെ ഷാഫി പറമ്പിൽ ഇത് നിഷേധിക്കുകയും ഇത് ഈ ഒരു വ്യാജ നിർമ്മിതിയാണ്, ആ വ്യാജ നിർമ്മിതി തയ്യാറാക്കിയത് CPIM ആണ് എന്നൊരു ആരോപണം തിരിച്ചുന്നയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇത് വലിയ തോതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വിധേയമായി അത് വർഗീയപരമായ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ വന്നു ആ പ്രചരണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ LDFും UDFും വിവിധ ക്യാമ്പയിനുകൾ പ്രഖ്യാപിച്ചു. DYFIയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഒരു ക്യാമ്പയിൻ നടന്നു. അത് A റഹീം MP ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. പിന്നാലെ LDFും ഒരു ക്യാമ്പയിൻ നടത്തി. അത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ 11-ാം തീയതി UDF ഒരു ജനാധിപത്യ ബഹുജന സദസ്സ് സംഘടിപ്പിക്കുന്നു. ഒരു ക്യാമ്പയിനായിട്ട് വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കുന്നു എന്ന പേരിൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ ഈ മറ്റ് സാംസ്കാരിക പ്രവർത്തകരൊക്കെ പങ്കെടുക്കുമെന്ന് പറയുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ അത് രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് മാറുന്നു. കാരണം നേരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി, ഈ വ്യാജ നിർമ്മിതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലുള്ള കോഴിക്കോട് റൂറൽ പോലീസിന് നൽകിയ പരാതി, പോലീസ് മേധാവിക്ക് നൽകിയ പരാതി, ആ പരാതിയിൽ ഒരു അന്വേഷണവും പോലീസ് നടത്തിയില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ആദ്യം മുസ്ലിം യൂത്ത് ലീഗാണ് ഈ സമരം പ്രഖ്യാപിച്ചത്. എന്നാൽ അത് പിന്നീട് UDYFിൻ്റേതായി ഏറ്റെടുക്കുകയായിരുന്നു. ഈ UDFന്റെ യുവജന സംഘങ്ങൾ, യൂത്ത് കോൺഗ്രസ് അടക്കം അതിന് പരസ്യമായി പിന്തുണയുമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ UDYFന്റെ സമരമായി മാറുമ്പോൾ വലിയ വൈകാരികത ആ സമരത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ ഒരു രോഷമായിരിക്കും ഇന്ന് ആ സമരത്തിൽ ഉയരുക. വൃന്ദ.